ഹായ് ഹലോ നമസ്കാരം ഗൈസ്. നമ്മുടെ എല്ലാം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റർ പ്രമാണിച്ച് നമ്മൾ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. സോ എന്നാൽ ഇന്ന് കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും സുലും കൂടെ ബീഫ് ഫ്രൈയും കാര്യങ്ങളും ഉണ്ടാക്കാൻ പോകാം. ഈസ്റ്ററിന് എന്താണ് ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ളത് അതാണ് കാണിക്കാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓൾറെഡി ഇവിടെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തുടങ്ങി. അന്നേരത്തേക്ക് പെട്ടെന്ന് ഒരു വീഡിയോ എടുത്താലോ, കുറേ ആയല്ലോ. അന്നേരത്തേക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം കുറച്ച് വൈകിയോണ്ട് അമ്മ ഓൾറെഡി ഉരുളി വെച്ച് എണ്ണ ചൂടാക്കി തേങ്ങയെല്ലാം വറുത്തെടുത്തു. അപ്പോൾ ഇനി അടുത്ത കാര്യങ്ങൾക്ക് പോകാം. എനിക്ക് ഇങ്ങോട്ട് നോക്ക്. എന്തായാലും തേങ്ങ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇടിച്ചെടുക്കാം. നോക്കാം. കടുക് പൊട്ടിക്കാൻ നമ്മൾ കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് ഇടിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കും. അത് വഴറ്റിയെടുക്കായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റി വരട്ടെ അല്ലേ. ഇവിടെ കടന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. നമുക്കെല്ലാം പെതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇടാം. എല്ലാം ഒന്ന് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് തേങ്ങാക്കുത്തോട് ഇടാം. ഇട്ടോ. എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി ഇളക്കാം. തേങ്ങക്കൊത്തൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ 2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അത് ഓൾറെഡി വേവിച്ചെല്ലാം വെച്ചേക്കുമായിരുന്നു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കിലോ ബീഫിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ്. നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ച് ഓരോ സാധനങ്ങൾ അളവനുസരിച്ച് ചേർത്ത് വിടുക. അത്ര ഏതായാലും നമുക്ക് നോക്കാം. കുറേ നാൾക്ക് ശേഷമാണെങ്കിൽ ഒരു വീഡിയോയും പിന്നെ ഒരു കുക്കിംഗ് വ്ളോഗ്, നമ്മുടെ 2ാമത്തെ കുക്കിംഗ് വ്ളോഗാണ്. നോക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് നമുക്ക് തോന്നിയ ഒരു വീഡിയോ എടുക്കാം. അതുകൊണ്ട് ഉണ്ടാക്കി വെച്ച മത്തൻ കറിയും ഒഴിച്ചേറി മത്തൻ കറി, പിന്നെ ആണെങ്കിൽ കോവയ്ക്ക തോരനൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ ഓൾറെഡി ആയിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കാം. ഏതായാലും നമുക്ക് ഇതിൻ്റെ കാര്യം എന്തായാലും നോക്കിയിട്ട് വരാം. എല്ലാം കാണിച്ചു വരുന്നുണ്ട്. നല്ലപോലെ കിടന്ന് എല്ലാം കൂടെ തിളയ്ക്കുന്നുണ്ട്. ഗൈസ്, നമുക്ക് മിസ്സായിപ്പോയ 2 ഐറ്റങ്ങളിവിടെ റെഡി ആയിരിപ്പുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. മത്തങ്ങക്കറി, അതായത് എരിശ്ശേരി, അല്ല അടിപൊളിയായിട്ട് ഉണ്ട് രീതിയിൽ. ഇത് കുഞ്ഞുമണിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതാണെങ്കിൽ കോവയ്ക്ക തോരൻ. ഇത് അടിപൊളിയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബീഫ് കൂടെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെയാണ് കുഞ്ഞുമണി അപ്പയും അമ്മയ്ക്ക് വരുന്നുണ്ട്. ഈസ്റ്ററല്ലേ, അവരേതായാലും ഉച്ച കഴിയുമ്പോഴത്തേക്ക് വരും. അന്നേരത്തേക്ക് അവർക്കുണ്ട്. പിന്നെ അവക്കും അളിയിലൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ബീഫ് കറികൾ അമ്മ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ആവട്ടെ. ഗൈസ്, നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞുമണിയൊക്കെ വന്നിട്ട് നമുക്ക് കഴിക്കാം. കോവയ്ക്ക തോരനും ബീഫും. സോ ഗൈസ്, നമുക്ക് ഉച്ചയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തിരക്കാണ്. ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്നത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണി. ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്നത്. ക്യാമ്പും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മത്തൻ കറി തീർന്നു. ഇപ്പോൾ ഉള്ള ബീഫും ചോറും തോരനും. ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഓടി വന്നേ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി. നമുക്ക് കഴിച്ച് നോക്കാം. ഇത് തോരൻ,
നല്ല ബീഫ് ഫ്രൈ കണ്ടെടുത്ത് വെക്കുക. എന്നിട്ട് അത് കഴിക്കട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ